നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ചക്കരക്കല്ലിൽ വ്യാപാരികളെ വലച്ച് അശാസ്ത്രീയ സർവേ. കുറ്റിയടിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ സമരസമിതി പ്രവർത്തകർ തടഞ്ഞു. നഗര സൗന്ദര്യവൽക്കരണം കണ്ണൂരിന്റെ ചുവരുകളിനി കഥ പറയും. മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി MV ഗോവിന്ദൻ. ജില്ലാ ആശുപത്രിയിൽ കയ്യാങ്കളി, സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ആക്രമണം, പ്രതി പിടിയിൽ. സ്നേഹം പകുത്തുപോകുമോ എന്ന ഭയം. പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ 12കാരി കൊലപ്പെടുത്തി. ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ സജീവ പ്രവർത്തകൻ പിടിയിലായത് കഞ്ചാവുമായി. ഇരിപ്പിടമെന്ന ആവശ്യം ശക്തമാകുന്നു. കളക്ടറേറ്റ് മാർച്ചുമായി ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ. ചക്കരക്കല്ലിൽ തെരുവു നായയുടെ വിളയാട്ടം. കുട്ടികളടക്കം പരിക്കേറ്റവർ 30 പേർ. 20 വർഷത്തിന് ശേഷം വിധി. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അപകീർത്തികരമായി വാർത്ത നൽകി റിപ്പോർട്ടർ ചാനലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി കണ്ണൂർ കോർപ്പറേഷൻ. നോക്കാം വിശദമായ വാർത്തകൾ. അശാസ്ത്രീയമായ സർവേക്കെതിരെ ചക്കരക്കല്ലിൽ പ്രതിഷേധം ശക്തമാക്കി സമരസമിതി. കുറ്റിയടിക്കാൻ വന്ന KRFB ഉദ്യോഗസ്ഥരെ സംയുക്ത സമരസമിതി പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് ടൗണിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കല്ല് യൂണിറ്റ് പ്രസിഡന്റ് KP നസീർ ഉദ്ഘാടനം ചെയ്തു. ചക്കരക്കൽ ടൗണിൽ അശാസ്ത്രീയ വികസനത്തിന്റെ പേരിൽ 300ഓളം കടകൾ പൂർണ്ണമായി പൊളിക്കുന്നതിന് മുന്നോടിയായി കുറ്റിയടിക്കാൻ വന്ന KRFB ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധവുമായി ഇന്നും സംയുക്ത സമരസമിതി പ്രവർത്തകരെത്തി. ചക്കരക്കൽ ടൗണിൽ നിന്നും കുറ്റിയടിക്കുന്ന മൗവഞ്ചേരിയിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ചക്കരക്കൽ പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു. സാറ്റലൈറ്റ് സർവേ ഒഴിവാക്കി മാനുവൽ സർവേയിലൂടെ നിലവിലുള്ള റോഡിന്റെ ഇരുഭാഗവും തുല്യമായി വികസിപ്പിക്കുക. ജംഗ്ഷനിൽ നിന്നും 4 ഭാഗവും നീളവും വീതിയും ഒരുപോലെ നിജപ്പെടുത്തുക. തിരക്ക് കൂടിയ വെള്ളച്ചാൽ റോഡിലെ വിവേചനം ഒഴിവാക്കി 4 ഭാഗത്തും ഒരേ അളവിൽ 12 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കുക. നഷ്ടപ്പെടുത്തിയ ബൈപ്പാസ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകടനത്തിന് ശേഷം ചക്കരക്കൽ ടൗണിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് KP നസീർ ഉദ്ഘാടനം ചെയ്തു. ഈ വികസനം വരുന്നതുകൊണ്ട് ചക്കരക്കല്ലിന് വികസനം എന്ന് പറയുന്നതിന് പകരം ചക്കരക്കല്ലിന്റെ ഒരു പരിസമാപ്തി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ വ്യാപാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ഥാപനങ്ങൾ ഒന്നിച്ച് ഇല്ലാതാക്കുകയും അതിൽ മാർഗങ്ങളൊന്നും ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതൊരു വികസനമായി നമുക്ക് പരിഗണിക്കാൻ പറ്റും? നമ്മളല്ല വികസന വിരോധികൾ എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. വികസന വിരോധികൾ ഇത് മുഴുവനും പൊളിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വികസനത്തെ അഡ്രസ്സ് ചെയ്യുന്നവരാണ് ഈ വികസന വിരോധികൾ. ഈ രീതിയിൽ വികസിപ്പിച്ചു പോയാൽ ചക്കരക്കല്ലിലുള്ള 140-300-ലധികം വ്യാപാരികൾ തൊഴിൽ രഹിതരായി പുറത്തു പോകേണ്ടി വരും. അതുപോലെ തന്നെ അതിലെ തൊഴിലാളികൾ, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധിയായ ആളുകൾ, 1000-ഓളം ആളുകൾക്ക് നേരിട്ട് ജീവിതമാർഗം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഈ വികസനം, ഇതിന് വികസനം എന്ന് പറയുന്നതിന് പകരം ഇതിനെ ചക്കരക്കല്ലിൻ്റെ ഒരു അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. CP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സമരസമിതി ചെയർമാൻ A സത്യൻ, ജനറൽ കൺവീനർ സജീർ കോമ്പിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി K പ്രദീപൻ, അബ്ദുൾ അസീസ് ഹാജി, TC അഷ്റഫ്, സജീഷ് കേളോത്ത്, സതീശൻ മാസ്റ്റർ, അനിൽകുമാർ ഖലീൽ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂരിനെ ചിത്രാലങ്കൃതമാവും. പദ്ധതിക്ക് തുടക്കം കുറിച്ച് പഴയ ബസ് സ്റ്റാൻഡിനടുത്ത അണ്ടർപാസ് പരിസരത്തെ ചുമരുകൾ ചിത്രാലങ്കൃതമാക്കുന്ന പ്രവൃത്തി മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. കണ്ണൂരിന്റെ തനത് സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ടുള്ള ചിത്രങ്ങളാവും ചുമരിൽ പതികയെന്ന് മേയർ പറഞ്ഞു. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി 8 ലക്ഷം രൂപയാണ് നഗരാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീക്കിവെച്ചത്. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷരായ സിയാദ് തങ്ങൾ, PK രാഗേഷ്, ഷമീമ ടീച്ചർ, ഷാഹിന മൊയ്തീൻ, കൗൺസിലർമാരായ KP റാഷിദ്, KP അബ്ദുൾ റസാഖ്, K സുരേഷ്, അഷ്റഫ് ചിറ്റുള്ളി, ഷബീന ടീച്ചർ, ആർട്ടിസ്റ്റ് ശശികല, ചിത്രകാരൻ KR ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിട്ട കോടതി നടപടിയിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. ഇനി എന്ത് വേണമെന്ന് പറയേണ്ടത് കോടതി തന്നെയാണെന്നും കോടതിയാണല്ലോ നിയമസാധുത ഇല്ലെന്ന് പറഞ്ഞതെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം കോടതി തന്നെ തീരുമാനിക്കട്ടെയെന്നും കോടതി തന്നെയല്ലേ അപ്പീലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരമല്ല, സമരം ഏകോപിപ്പിക്കുന്ന ആൾക്കാരാണ് പ്രശ്നമെന്നും SDPI, ജമാഅത്ത് തുടങ്ങിയവരാണ് സമരത്തിന് പിന്നിലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇനിയിപ്പോഴും എന്താ വേണ്ടതെന്ന് കോടതി പറയട്ടെ. അപ്പം പ്രശ്നം തരുന്നു അത് പറഞ്ഞ മനസ്സിലായി, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ?
ഇപ്പോൾ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ. അപ്പീലെന്നുള്ള ഞാൻ കോടതി തന്നെ പറയട്ടെ എന്ന്. കോടതി തന്നെയല്ലേ അപ്പീൽ എന്ന് പറഞ്ഞാൽ കോടതിയല്ലേ, അതെ അവർ പറയട്ടെ എന്നതാ വേണ്ടത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ അക്രമം. മയ്യിൽ സ്വദേശി പവനന് പരിക്ക്. അക്രമത്തിൽ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. അക്രമി കക്കാട് സ്വദേശി മുഹമ്മദ് ദിൽഷാദ് പിടിയിൽ. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തു. സന്ദർശന പാസ് എടുക്കാതെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചത് തടഞ്ഞതിന് പിന്നാലെയാണ് അതിക്രമം ഉണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറയുകയും പിടിച്ചു തള്ളി താഴെയിടുകയുമായിരുന്നു. സംഭവത്തിൽ ജീവനക്കാരന്റെ കൈവിരലുകൾക്ക് പരിക്കേറ്റിരുന്നു. സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനൽകുമാർ, SI ധന്യകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ ആശുപത്രികൾക്കും ജീവനക്കാർക്കും എതിരായ അക്രമം തടയൽ നിയമപ്രകാരമാണ് കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12കാരി. ചെറിയച്ഛൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് കൊലയിലേക്ക് നയിച്ചത്. പാപ്പിനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയാണ് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭീതി കാരണമാണ് കുഞ്ഞിനെ കൊന്നതെന്ന് 12കാരി മൊഴി നൽകി. കുഞ്ഞിനോടുള്ള കരുതൽ കാണുമ്പോൾ ചെറിയച്ഛന് തന്നോട് സ്നേഹമല്ലാതായെന്ന് തോന്നിത്തുടങ്ങിയതാണ് ദേഷ്യത്തിന് കാരണമായതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിനെ മറ്റുള്ളവർ ലാളിക്കുന്നത് സഹിക്കാനായില്ല. ഇതേ തുടർന്ന് കുഞ്ഞിന്റെ വാക്സിനേഷൻ രേഖകളും കാർഡും താൻ ടെറസിന് മുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും കുട്ടി മൊഴി നൽകി. പിന്നീട് ഈ വാക്സിനേഷൻ രേഖകൾ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് ചെയ്തത് ചേച്ചി തന്നെയാണെന്ന് ആദ്യമാർക്കും തോന്നിയില്ല. തനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നെന്ന് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ പോലീസിനെ അറിയിച്ചു. ചെറിയച്ഛനോട് വലിയ അടുപ്പമായിരുന്നു. എന്നാൽ കുഞ്ഞെത്തിയ ശേഷം അത് തിരിച്ചു ലഭിച്ചില്ലെന്നും കുട്ടി മൊഴി നൽകി. തന്നോടുള്ള സ്നേഹം പകുത്തുപോകുന്നതിന്റെ പ്രയാസം തന്നെയാണ് 12കാരിയെ ഈ കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. ഇന്ന് കുട്ടിയെ CWCക്ക് മുൻപാകെ ഹാജരാക്കി. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കല്ലിലാണ് 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് 12കാരി ബഹളം വെച്ചതോടെയാണ് കുടുംബം കുഞ്ഞിനെ തിരയുന്നത്. തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വാടക ക്വാർട്ടേഴ്സിലാണ് കുടുംബം താമസിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ കുട്ടിയാണ് 12കാരി. കുട്ടിയുടെ അച്ഛൻ മരിക്കുകയും അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതോടെയാണ് കുട്ടിയെ ഇവർ കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്. ലഹരിവിരുദ്ധ കൂട്ടായ്മയിലെ സജീവ പ്രവർത്തകൻ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച കഞ്ചാവുമായി അറസ്റ്റിൽ. വാടിക്കൽ സ്വദേശി ഫാസിലാണ് കഞ്ചാവുമായി പഴയങ്ങാടി പോലീസിന്റെ പിടിയിലായത്. മാട്ടൂൽ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാനുണ്ടാക്കിയ ധീര എന്ന ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ്. ലഹരി വിരുദ്ധ കൂട്ടായ്മയിലെ സജീവ പ്രവർത്തകനാണ് പിടിയിലായ ഫാസിൽ. കഞ്ചാവുമായി ഇയാളെ പഴയങ്ങാടി പോലീസാണ് പിടികൂടിയത്. മാട്ടൂൽ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാനുണ്ടാക്കിയ ധീര എന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. 100-ലധികം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് യുവാവെന്നും ഇയാൾ പിടിക്കപ്പെട്ടതോടെ കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും കൂട്ടായ്മ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖല, ഒരുപക്ഷെ കൺസ്ട്രക്ഷൻ മേഖല കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ഷോപ്പുകളും അതുപോലെയുള്ള വ്യാപാര സമുച്ചയങ്ങളിലുമായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ മിനിമം കൂലി വളരെ കൂടുതലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച്
നമ്മുടെ ദേശീയ ശരാശരിയുടെ 3.5 ഇരട്ടിയാണ് കേരളത്തിലെ കൂലി എന്ന് പറയുന്നത്. എന്നാൽ അതിന് ആനുപാതികമായി കേരളത്തിലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ന്യായമായ പ്രശ്നം. പലപ്പോഴും ഏറ്റവും കടുത്ത ചൂഷണത്തിന് വിധേയരാകേണ്ടി വരുന്നത് നമ്മുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം വരുന്നവർ സ്ത്രീ തൊഴിലാളികളാണ്. അവർക്ക് ഒരു നേരത്തെ വേണ്ടത്ര സംഘടിതമായ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ വളരെ നാമമാത്രമായ ശമ്പളവും കൂലിയും നൽകി മണിക്കൂറുകളോളം നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കുക, ഇരിപ്പിട സൗകര്യം എല്ലാ സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. പി ജോയ് അധ്യക്ഷത വഹിച്ചു. കെ അശോകൻ, സുർജിത് കുമാർ, കെ കുഞ്ഞനന്ദൻ, ടി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചക്കരക്കല്ലിൽ തെരുവു നായയുടെ വിളയാട്ടം 30ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത്. പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കടിയേറ്റവരെ കണ്ണൂർ ജില്ലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂക്കിന് പരിക്കേറ്റയാൾ ഗുരുതരാവസ്ഥയിൽ നായയെ പിടികൂടിക്കൊന്നു. കടിയേറ്റ നിരവധി പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. എല്ലാവരെയും ഒരു നായയാണ് കടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നത്. റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ നായ നിരവധി പേരെ കടിച്ചിട്ടുണ്ട്. മദ്രസയിൽ പോയി വരുന്ന കുട്ടിക്കും കടിയേറ്റിട്ടുണ്ട്. കൂടാതെ വീട്ടിൽ കയറിയും നിരവധി പേരെ തെരുവു നായ കടിച്ചിട്ടുണ്ട്. അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലായി ഇന്ന് ഭ്രാന്തൻ നായയുടെ കടിയേറ്റ് 35ഓളം വരുന്ന ആളുകൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. 2-3 ആളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അത്ര അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കില്ല. പക്ഷെ എല്ലാവർക്കും കടിയേറ്റിട്ടുണ്ട്. രാവിലെ ഒരു 6 മണിയോടുകൂടി പൊതുവാച്ചേരി ഭാഗത്താണ് നായി വന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു 8 മണി കഴിയുമ്പോഴേക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ, ഉച്ചുമട്ട, ചെറക്കാത്ത്, ആനേനിമട്ട, പുതുക്കുണിച്ചാല്, അതുപോലെ തന്നെ പള്ളിച്ചാല്, അതുപോലുള്ള ഒരു 5-8 പ്രദേശങ്ങളിൽ ഈ ഒരു നായി എത്തുകയും ആളുകളെല്ലാം കടിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും നല്ല പരിക്കാണ്. ജില്ലാ ആശുപത്രിയിൽ അവരെല്ലാം എത്തിച്ചിട്ടുണ്ട്. 108 ആംബുലൻസിലും അതുപോലെ മറ്റ് ആംബുലൻസിലും സ്വകാര്യ വാഹനത്തിനും വണ്ടിയെല്ലാമായി എല്ലാവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആവശ്യമായ എല്ലാ ചികിത്സയും പരിചരണവും ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. കാലിന്റെ തുടയിലും കയ്യിലും മുഖത്തുമെല്ലാമാണ് നായയുടെ കടിയേറ്റത്. അതേസമയം അക്രമകാരിയായ നായയെ പിടികൂടി കൊന്നു. BJP പ്രവർത്തകനായിരുന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CPM നേതാക്കളും പ്രവർത്തകരുമടക്കം 9 പ്രതികൾ കുറ്റക്കാർ. 10ാം പ്രതിയെ വെറുതെ വിട്ടു. CPM വിട്ട് BJPയിൽ ചേർന്ന വിരോധത്തിൽ 2005 ഓഗസ്റ്റ് 7 രാവിലെയാണ് സൂരജിനെ കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴവും കൊടുവാളും അടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. RSS പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാരെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് വെള്ളിയാഴ്ച രാവിലെ 11 വിധിച്ചു. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. CPM പ്രവർത്തകനായ സൂരജ് BJPയിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. CPM പ്രവർത്തകരായ പത്തായക്കുന്ന് കാരായന്റെ വീട് ഹൗസിൽ TK രജീഷ്, കാവുംഭാഗം പുതിയടത്ത് ഹൗസിൽ NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റ് പറമ്പ് കണ്ടിൻ ഹൗസിൽ K ഷംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരപൂരിലെ PM മനോരാജ്, മുഴപ്പിലങ്ങാട് വാണിയവന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ, പണിക്കൻ വീട് ഹൗസിൽ പ്രഭാകരൻ, പുതുശ്ശേരി ഹൗസിൽ KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. 10ാം പ്രതിയെ വെറുതെ വിട്ടു. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുമ്പിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത്. കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസുണ്ടായിരുന്നത്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P പ്രേമരാജൻ, പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് NR ഷാനവാസ് എന്നിവർ ഹാജരായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം നിർമ്മിക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലെന്ന് മേയർ മുസ്ലിം മഠത്തിൽ. എന്നാൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ സത്യവിരുദ്ധമായി വാർത്ത നൽകിയെന്നും അത് കണ്ണൂർ കോർപ്പറേഷന് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം ചെയ്തിട്ടില്ലാത്ത കാർ പാർക്കിങ്ങിനെതിരെ വാർത്ത നൽകിയ റിപ്പോർട്ടർ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു.
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും NOC കിട്ടാൻ വൈകിയത് കാരണമാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിക്കാൻ വൈകിയത്. ഇപ്പോൾ ഇന്റർലോക്ക്, റെസ്റ്റ് റൂം, കോമ്പൗണ്ട് വാൾ എന്നിവയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. സത്യം ഇതായിരിക്കെ കാർ പാർക്കിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നേരത്തെ നടന്നു കഴിഞ്ഞുവെന്നും എന്നാൽ കോടികൾ ചെലവഴിച്ചു പണിത കാർ പാർക്കിംഗ് സംവിധാനം തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണെന്നും തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതെന്നും മാധ്യമങ്ങൾക്ക് ഇത്തരം പ്രവൃത്തികൾ ഭൂഷണമല്ലെന്നും മേയർ പറഞ്ഞു. ഒരു വികസന പ്രവർത്തനങ്ങൾ അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ DPR തയ്യാറാക്കുന്നത് വ്യത്യസ്ത ഏജൻസികളാണ്. അത് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച ഏജൻസികളായിരിക്കും. അതൊക്കെ അനുസരിച്ചാണ് ഫണ്ട് വെച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതിന് ഇടയാക്കുമെന്നുള്ളതാണ്. ഇവിടെ തദ്ദേശ സ്ഥാപന സർക്കാരുകളായാലും തദ്ദേശ ഗവൺമെൻറ്റുകളായാലും ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ വികസന ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ കർത്തവ്യം. അതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകും. അത് സാധാരണയാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് വളരെ ഖേദകരമാണ്. ഏതായാലും അത്തരം ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം തിങ്കളാഴ്ച മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ LDFന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന സത്യാഗ്രഹ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് യാതൊരു അഴിമതിയും കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് LDF ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രഹസനമാണെന്ന് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. പൊതുജനങ്ങൾ വിവരമുള്ളവരാണ്, പഴയ പോലെയൊന്നുമല്ല. ഇന്ന് അവർ ചൈനയിൽ പോയി നോക്കൂ, അവിടെ അങ്ങനെ കാണുന്നില്ലേ, ക്യൂബയിൽ പോയി നോക്കൂ, അവിടെ അങ്ങനെ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ ഇന്ന് ഓൺലൈനിൽ www.china എന്നടിച്ചാൽ ചൈനയിലെ എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പാകെ വരും. അങ്ങനെ ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന പഴയ കാലത്തുള്ളതുപോലെ ആളുകളെ പറ്റിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.